കുറ്റ്യാടി ചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി 2 കാറുകളിലും നിർത്തിയിട്ട പിക്കപ്പ് വാനിലും ഇടിച്ച് അപകടമുണ്ടായി. 7 പേർക്ക് പരിക്കേറ്റു. പശുവിനെ കയറ്റി വന്ന പിക്കപ്പ് വാൻ 10 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. ഒരു പ്രതികരണമുണ്ട്. ഞാൻ ആദാവത്ത് കുറ്റ്യാടി ചുരം കയറി വരുന്ന വണ്ടി, എൻ്റെ മുന്നിൽ വന്ന വണ്ടി ഇത്. അതിൻ്റെ തൊട്ടുപുറകിലൊരു പിക്കപ്പ് വരുന്നു. പിക്കപ്പും ഇവിടെ നിർത്തിയിട്ട് വണ്ടി എയ്ച്ചർ വന്ന് ബാക്കിലടിക്കുന്ന കുയിലേക്ക് ചാടി. അതാ സംഭവിച്ചത്. അതിൽ എന്നെ വന്ന എയ്ച്ചറാറിനും ഇതിനൊക്കെ എയ്ച്ചറാണ് അടിച്ച. നിയന്ത്രണം വിട്ട വന്ന വണ്ടി എയ്ച്ചർ. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പ്രജീഷ്, ആദ്യമേ പരിക്കേറ്റ അത്ര ഗുരുതരമല്ല എന്നുള്ളത് വലിയ ആശ്വാസമായ കാര്യമാണ്. കുറ്റ്യാടി ചുരത്തിൽ 3-ാം വളവിനും 4-ാം വളവിനും ഇടയിലായാണ് ഈ അപകടം സംഭവിക്കുന്നത്. ചുരം ഇറങ്ങി വരികയായിരുന്ന ലോറി, ഹരിതം കറി പൗഡറിന്റെ ലോറി നിയന്ത്രണം നഷ്ടമായി 2 കാറുകളിൽ ആദ്യമേ തന്നെ ഇടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ സിഗ്നലിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിലാണ് 3-ാമതായി ഇടിച്ചത്. പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തു. 10 അടി താഴ്ചയിലേക്കാണ്, കല്ലുവത്തിനിടയിലേക്ക് ഉള്ളിലേക്ക് ഈ വാൻ മറിഞ്ഞത്. ഇതിലുണ്ടായിരുന്ന പശുവിനെ കയറ്റി വന്ന പിക്കപ്പ് വാനാണ്. ഇതിൽ നിന്ന് പശു തെറിച്ചു പോവുകയും ചെയ്തു. പിക്കപ്പ് വാനിലെ ഡ്രൈവർ താഴ്ചയിൽ അരമണിക്കൂറോളം സമയം കുടുങ്ങുകയും ചെയ്തു. പിന്നീട് നാദാപുരത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാറിലുണ്ടായിരുന്ന 3 പേർക്കും പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവർക്കുമാണ് പരിക്ക്. പശുവിനെയും ഫയർഫോഴ്സ് തന്നെയാണ് പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റു പ്രശ്നങ്ങളില്ല. പിക്കപ്പ് വാനിലെ, അതായത് പശുവുമായി വയനാട്ടിൽ നിന്ന് വന്ന പിക്കപ്പ് വാനിലെ ഡ്രൈവർ കോഴിക്കോട് പന്തിരിക്കര സ്വദേശിയായ മുഹമ്മദ്, പിക്കപ്പിലുണ്ടായിരുന്ന മുട്ടുകാട് സ്വദേശികളായ വിജയൻ, വൈശാഖ്, ഒപ്പം കാറിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിനി ഇത, ഒരു റോഡ് പണി ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ജീവനക്കാരൻ രാജീവൻ എന്നിവരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവർ തൊട്ടിൽ പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഏതായാലും ആർക്കും അത്ര ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം. പ്രതീക്ഷ തീർച്ചയായും അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്.